ഡെലിവറി കഴിഞ്ഞിട്ട് 4 മാസമായി, എൻ്റെ വയറൊട്ടും കുറഞ്ഞിട്ടില്ല, തടി കൂടുകയാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് വിഷമിക്കുന്ന ആൾക്കാർക്കാണ് ഇന്നത്തെ വീഡിയോ. ഓക്കെ, ഈ പ്രഗ്നൻസിക്ക് ശേഷം എന്തുകൊണ്ടാണ് നമ്മൾ തടി കൂടുന്നത്? നമ്മൾ ബേബീനെ ആദ്യത്തെ കാര്യം 2 കാര്യങ്ങളാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ആദ്യത്തെ കാര്യം, നമ്മൾ ബേബിക്ക് പാല് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് എക്സ്ട്രാ ബ്രസ്റ്റ് ടിഷ്യൂസ് വരുന്നുണ്ട്, ഒരുപാട് ബോഡി ഫ്ലൂയിഡ്സ് വരുന്നുണ്ട്. അതാണ് വൺ ഓഫ് ദി റീസൺ. അതേപോലെ തന്നെ നമുക്ക് നമ്മളുടെ ലൈഫ് ആക്ടിവിറ്റീസ്, ഡെയിലി ലൈഫ് ആക്ടിവിറ്റീസിൽ ചേഞ്ച് വരുന്നുണ്ട്. നമ്മൾ രാത്രി ഒരുപാട് ഉറക്കം കിട്ടുന്നില്ല, പിന്നെ ചിലപ്പം നമ്മൾ രാവിലെ നേരത്തെ എഴുന്നേൽക്കുന്നുണ്ട്. ഇങ്ങനത്തെ കുറേ ചേഞ്ചസ് നമ്മളെ റുട്ടീനിൽ വരുന്നുണ്ട്. അതൊരു വൺ ഓഫ് ദി റീസൺ അതാണ്. പിന്നെ സെക്കൻഡ് റീസൺ എന്ന് പറയുമ്പം അതൊരു എവല്യൂഷണറി ചേഞ്ച് ആണ്. നമ്മൾ ഏറ്റവും സ്ട്രോങ് ആയിട്ടിരിക്കേണ്ട, ഏറ്റവും ഫിറ്റ് ആയിട്ടിരിക്കേണ്ട, അതേപോലെ തന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഡിസീസ് ഫ്രീ ആയിട്ടിരിക്കേണ്ട സമയമാണിത്. ഈ സമയത്ത് ഈ ടയർ അല്ലെങ്കിൽ ഈ വയറാണ് നമ്മളെ അതൊരു സേഫ് ഗാർഡായിട്ട് ആക്ട് ചെയ്യുന്നത്, ഈ ഒരു പോർഷനാണ്. സോ അതിനെക്കുറിച്ച് നിങ്ങൾ വറീഡ് ആവേണ്ട ആവശ്യമില്ല. ഓക്കെ, അതേപോലെ തന്നെ ഈ സമയത്ത് നമ്മളുടെ വെയിറ്റ് ലോസ് വളരെ സ്ലോ ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പ്രഗ്നൻസിയിൽ ദർ ഇസ് ആൻ അൺബിലീവബിൾ ലോസ് ഓഫ് ബോൺ ഡെൻസിറ്റി ആൻഡ് മസിൽ മാസ്. ഓക്കെ, നമ്മളുടെ ബോൺ ഡെൻസിറ്റിയും മസിൽ മാസും ഒക്കെ ഈ സമയത്ത് നന്നായിട്ട് കുറയുന്നുണ്ട്. അതേപോലെ തന്നെ കാൽഷ്യം കുറയുന്നുണ്ട്, അയേൺ, അതുപോലത്തെ ഒരുപാട് മിനറൽസ് കുറയുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട ഒരു ഡയറ്റ് അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു എക്സസൈസ് എന്ന് പറയുന്നത്, നമ്മൾ ഫോളോ ചെയ്യേണ്ടത് ലീൻ ബോഡി മാസ് കൂടുന്ന ഒരു എക്സസൈസോ ഡയറ്റോ ആയിരിക്കണം. ഓക്കെ, ഈ സമയത്ത് ചിലപ്പം നമ്മൾ വെയിറ്റ് കൂടിയേക്കാം. ലീൻ ബോഡി മാസ് കൂടുന്ന സമയത്ത് നമ്മളുടെ ബോഡി മാസ് ചിലപ്പം ബോഡി വെയ്റ്റ് വെയിങ് മെഷീനിൽ നമ്മളുടെ ബോഡി വെയ്റ്റ് കൂടിയേക്കാം. ബട്ട് യു വിൽ ലുക്ക് സ്ലിമ്മർ ദാൻ വാട്ട് ദ വെയിങ് മെഷീൻ ടെൽസ് യു. ഓക്കെ, അതേപോലെ തന്നെ എപ്പോഴാണ് നിങ്ങൾ ഇനി വെയിറ്റ് ലോസിലേക്ക് കടക്കുക? ഇതൊക്കെ കഴിഞ്ഞ് എപ്പോഴാണ് ഇനി വെയിറ്റ് ലോസിലേക്ക് കടക്കുക? നമ്മളുടെ ബേബി ഉണ്ടായതിനു ശേഷം എപ്പോഴാണോ നമുക്ക് ആദ്യമായിട്ട് പീരിയഡ്സ് ആവുന്നത് എപ്പോഴാണോ ആ സമയത്ത് നിങ്ങളുടെ ബോഡി ബയോളജിക്കലി പ്രിപ്പയർഡ് ആവും. ഓക്കെ, ആ സമയത്ത് നിങ്ങൾ പിന്നെ ബോഡി അതേപോലെ തന്നെ ഇപ്പോൾ ബ്രസ്റ്റ് ഫീഡിങ് കഴിഞ്ഞു ഒരു 1.5 years 2 years ആയിട്ട് ആ സമയത്ത് നിങ്ങൾ കഴിയുകയാണെങ്കിൽ അപ്പോഴും നിങ്ങൾ ഈ വെയിറ്റ് ലോസിലേക്ക് കടക്കും. Okay, so enjoy being a mother and love your mommy body. Thank you.